സജീവ പ്രതികരണവേദിയായ ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഓർഗാനിക് വ്യക്തിത്വമുള്ള ജോർജ് കുര്യനും നടനായ സുരേഷ് ഗോപിയും മൂന്നാം മോദി മന്ത്രിസഭയിലേക്ക് കടന്നു വരികയാണ്. ഈ അവസരത്തിൽ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഒരു സ്വത്വ പ്രതിസന്ധിയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജനസംഘമാണ് ക്രമേണ ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് രൂപം കൊള്ളുന്നത്. വളരെയധികം ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് ബലിദാനികളെ സൃഷ്ടിച്ച് ഇടതുപക്ഷ വലതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ തീവ്രവാദികളോട് നേരിട്ട് കേരളത്തിൽ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിൻ്റെ ആദ്യകാല പ്രവർത്തകര് എല്ലാവരും തന്നെ വളരെ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. മുകുന്ദൻ, മാരാർജി, രാമൻപിള്ള, CK പത്മനാഭൻ, കുമ്മനം രാജശേഖരൻ, അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാര് രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ജനസംഘത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തിച്ചേർന്നവരാണ്. ഒരന്യമതസ്ഥനായിരുന്നിട്ട് പോലും എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 16-ാമത്തെ വയസ്സിൽ യുവമോർച്ചയിലൂടെ രംഗപ്രവേശം ചെയ്ത രാഷ്ട്രീയ നേതാവാണ് ജോർജ് കുര്യൻ. വളരെയധികം ത്യാഗങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1988-90 കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം യുവമോർച്ചയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്. അന്ന് കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്. അന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത് അഡ്വക്കേറ്റ് S. ജയസൂര്യനാണ്. അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഏറ്റുമാനൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പദയാത്രയെ പറ്റി ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ആ പദയാത്രാ വേളയിൽ പലപ്പോഴും ജോർജ് കുര്യൻ എന്ന് പറയുന്ന മെലിഞ്ഞ യുവാവ് തൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമയവും പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം കോട്ടയത്തെയോ പരിസര പ്രദേശങ്ങളിലെയോ ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ബുദ്ധിമുട്ടി ആണ് ജീവിതം മുന്നോട്ട് പോയത്. ക്രമേണ അദ്ദേഹം വളർന്നു. യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയായി, യുവമോർച്ചയുടെ ദേശീയ ഭാരവാഹിയായി, അതിനുശേഷം O. രാജഗോപാല് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസർ ഇൻചാർജായി, ഓഫീസർ ഇൻ ഡ്യൂട്ടിയായി. അവിടെ നിന്ന് അദ്ദേഹം അമേരിക്കൻ ഐക്യനാടുകളിൽ പോയി ട്രെയിനിങ് നേടി, നേതൃത്വ പരിശീലനം നേടി തിരിച്ചു വന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിലും തുടർന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസുകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ സംഘടനാ സെക്രട്ടറി എന്ന പദവി അലങ്കരിക്കുകയാണ്. വ്യക്തി ജീവിതത്തിൽ തികഞ്ഞ സത്യസന്ധതയും നിർമ്മലതയും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജോർജ് കുര്യൻ. നാട്യങ്ങളില്ലാത്ത സത്യസന്ധനായ ഒരു യുവാവ്. ഭാരതീയ ജനതാ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പോലും തൻ്റെ അടിസ്ഥാന ക്രൈസ്തവ വിശ്വാസത്തിൽ ഒട്ടും വെള്ളം ചേർക്കാതെ കുർബാനകളിലും പഠനങ്ങളിലും പങ്കെടുക്കുകയും ന്യൂനപക്ഷ സമുദായത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു സജീവ വ്യക്തിത്വമായിരുന്നു ജോർജ് കുര്യൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓർഗാനിക് വർക്കർ എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. O. രാജഗോപാലും LK അദ്വാനിയും AB വാജ്പേയിയും മുരളി മനോഹർ ജോഷിയും തുടങ്ങി RSSന്റെയും BJPയുടെയും മുതിർന്ന നേതാക്കളുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. മണിപ്പൂർ കലാപത്തെ തുടർന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ BJPയിൽ നിന്നും അകന്നു എന്നുള്ളത് മറ്റ് രാഷ്ട്രീയക്കാരല്ല പറഞ്ഞത്. RSSന്റെ മേധാവിയായ മോഹൻ ഭഗവത്താണ് പറഞ്ഞത്. അതിന്
അദ്ദേഹം നൽകിയ വിശദീകരണവും കൃത്യമായിരുന്നു. RSSന്റെ കൂടെ സജീവ സഹായത്തോടു കൂടിയാണ് ജോർജ് കുര്യൻ മന്ത്രിയായത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം കോട്ടയത്ത് നടത്തിയ പൗരസ്വീകരണത്തിന് ശേഷം RSSന്റെ കോട്ടയം ജില്ലാ കാര്യാലയത്തിലേക്ക് പോയതും ഈ അടുത്ത ദിവസം ബാലഗോകുലത്തിന്റെ സംസ്ഥാന ശിബിരത്തിൽ പ്രസംഗിക്കുന്നതും എല്ലാം RSSന് ജോർജ് കുര്യനോടുള്ള താല്പര്യത്തിന്റെ പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്ക് കിട്ടുന്ന വിലയാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം, സുരേഷ് ഗോപി മന്ത്രിയാകുന്നു. അദ്ദേഹം വളരെ കരുണാപൂർണമായ ഹൃദയമുള്ളവനും മനസാക്ഷിയുള്ളവനും മാനവികതയെ സ്നേഹിക്കുന്ന വ്യക്തിയുമാണ്. പക്ഷേ ഓർഗാനിക് വർക്കർ എന്ന നിലയിലേക്ക് പലപ്പോഴും അദ്ദേഹം മാറുന്നില്ല. മാറാത്തതിൻ്റെ ഒരു പരാജയം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും RSSന്റെയും BJPയുടെയും പ്രവർത്തകരുമായിട്ടുള്ള കൂട്ടായ്മയിലും നമുക്ക് നിഴലിക്കുന്നതാണ്. പലപ്പോഴും അദ്ദേഹം RSSന്റെ മുഖ്യധാരയിൽ നിന്നും കടന്നു വന്ന പ്രവർത്തകരോട് എത്രമാത്രം ഗൗരവപൂർണമായാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു ജനകീയനായ നേതാവെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ വളർച്ച ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും കെ രാധാകൃഷ്ണനെ പോലെ, വിഷ്ണുനാഥിനെ പോലെ ഒക്കെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സജീവമായ വ്യക്തിത്വങ്ങളെ പോലെ അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നാട്യങ്ങളില്ലാത്ത ഒരു ഓർഗാനിക് BJP വർക്കറായിട്ട് മാറേണ്ടിയിരിക്കുന്നു. എല്ലാവരെയും ഒരേ ഭാഷയിൽ ആത്മസംയമനത്തോടെ പ്രക്ഷുബ്ധമായ ഹൃദയമില്ലാതെ ശാന്തനായി നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒരുപോലെ വീക്ഷിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി സജീവമാവൂ എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. വരും കാലങ്ങളിലെ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സ്ഥാനമുണ്ടാകട്ടെ. അതിന് രണ്ടുപേരും ഓർഗാനിക് വർക്കേഴ്സായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു.